Once again, welcome to Career PSC Coaching Center, Chadayamangalam, Nadana, online classes. നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ചിലപ്പോൾ ഡൗട്ട് പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് വന്നേക്കാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡൗട്ട് പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാവില്ല. നേരത്തെ സൂചിപ്പിച്ച കഴിഞ്ഞ കാര്യമാണ്. കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇൻട്രൊഡക്ഷൻ എല്ലാം ആദ്യ ക്ലാസ്സുകളിൽ തന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെക്കുറിച്ച് പറയുന്നതുമില്ല. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, how many of the following four words have incorrect spelling? എന്താണ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കണം. How many of the following four words have incorrect spelling? ഇതില് എന്താ ക്വസ്റ്റ്യൻ? താഴെ കൊടുത്തിരിക്കുന്ന 4 വാക്കുകളുണ്ട്. ആ 4 വാക്കുകളിൽ എത്ര എണ്ണത്തിനാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഉള്ളത്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി none of these. അപ്പോ ഈ 4 വാക്കുകളിൽ തെറ്റായ സ്പെല്ലിംഗ് 4 വാക്കുകളിൽ തെറ്റായ സ്പെല്ലിംഗ് ഏത്? തെറ്റായ സ്പെല്ലിംഗ് ഉള്ള വാക്ക് ഏത്? അപ്പൊ എത്ര വാക്കുകളുണ്ട്? അതുപോലെ തെറ്റായ സ്പെല്ലിംഗ് ഉള്ള എത്ര വാക്കുകൾ? 2 എണ്ണം ഉണ്ടോ? അത് ഒരു വാക്ക് മാത്രമേ തെറ്റായ സ്പെല്ലിംഗ് ഉള്ളോ? അതെ 3 വാക്ക് സ്പെല്ലിംഗ് തെറ്റുള്ളതുണ്ടോ? അത് ഒന്നും സ്പെല്ലിംഗ് തെറ്റില്ലാത്തതാണോ? എല്ലാം ശരിയായതാണോ? നൺ ഓഫ് ദീസ് ചോദിച്ചിരുന്നു. അപ്പൊ എത്ര വാക്ക് മിസ്റ്റേക്ക് ഉള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ സ്പെല്ലിംഗ് അറിയണം ഓരോന്നിനെയും. ഫസ്റ്റ് നോക്ക് കരിക്കുലം, CURRICULUM, അത് കറക്റ്റ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? പാഠ്യപദ്ധതി. എന്താണ് അർത്ഥം? പാഠ്യപദ്ധതി. പാഠ്യപദ്ധതി കരിക്കുലം. നമ്മുടെ സ്കൂളിലൊക്കെ കരിക്കുലം എന്ന് പറയാറില്ലേ? പാഠ്യപദ്ധതി. സ്പെല്ലിംഗ് കറക്റ്റ് തന്നെയാണ്. അപ്പൊ കരിക്കുലം എന്ന വാക്ക് ശരിയാണ്. ഇനി നെക്സ്റ്റ് വാക്ക് മിനിസ്കൂൾ, MINUSCUL, മിനിസ്കൂൾ എന്ന് പറയുമ്പോൾ അതെന്താണ്? എക്സ്ട്രീംലി സ്മോൾ. എക്സ്ട്രീംലി സ്മോൾ എന്നാണ്. എക്സ്ട്രീംലി സ്മോൾ, അങ്ങേയറ്റം ചെറിയ. അല്ലെങ്കിൽ വേറൊരു വാക്ക് വേണമെങ്കിൽ പറയാം, ടൈനി. എന്താ പറയുക? ടൈനി. ഇനി നെക്സ്റ്റ് മില്ലേനിയം ആണ്. മില്ലേനിയം എന്ന വാക്ക് മിനിസ്കൂളിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് തന്നെയാണ്. ഡിക്ഷണറിയിൽ നിഘണ്ടുവിൽ ഇതേ സ്പെല്ലിംഗ് ഇതിനുമുണ്ട്. ഇത് കൃത്യമായ സ്പെല്ലിംഗ് ഡിക്ഷണറിയിൽ ഇതിനും ഉള്ളത്. സെയിം സ്പെല്ലിംഗ് തന്നെയാണ് ഡിക്ഷണറിയിൽ ഉള്ളത്. ഇനി ഈ വാക്ക് നോക്കിയാൽ മില്ലേനിയം എന്ന വാക്കുകൾ കേട്ടിട്ടുണ്ട്, പക്ഷെ സ്പെല്ലിംഗിൽ വ്യത്യാസമുണ്ട്. എന്താണ് സ്പെല്ലിംഗ് ചോദിച്ചാൽ ഇത് തെറ്റായ സ്പെല്ലിംഗ് ആണ്. ശരിയാകുമ്പോൾ ഇങ്ങനെയാവും, MILLENNIUM. ഇപ്പോൾ ഒരു N കൂടി വരണം. ഇത് തെറ്റായ സ്പെല്ലിംഗ് ആണ്. അപ്പൊ തെറ്റായ സ്പെല്ലിംഗ് ആണ് മില്ലേനിയം ഇവിടെ. ഈ ഹോമോജീനസ് എന്ന വാക്ക് സ്പെല്ലിംഗ് ശരിയാവോ ചോദിച്ചാൽ ഇപ്പൊ മില്ലേനിയം എന്താണ്? മില്ലേനിയം മീൻസ് 1000 years, എ പീരീഡ് ഓഫ് 1000 years, സഹസ്രാബ്ദത്തിലെ 1000 വർഷക്കാലം. ഇനി ഹോമോജീനസ് എന്ന വാക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയെന്ന് നോക്കാം. അതും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ല. അതിന്റെ സ്പെല്ലിംഗ് എന്താണ്? സെയിം സ്പെല്ലിംഗ് ആണ്. അതിന് വേറെയും ഒരു സ്പെല്ലിംഗ് ഉണ്ട്, ഹോമോ, HOMOGENEOUS പറയാം. NEOUS, 2 സ്പെല്ലിംഗ് ശരിയാണ്. അപ്പൊ തന്നിരിക്കുന്ന സ്പെല്ലിംഗ് ശരിയാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഓഫ് ദ സെയിം ടൈപ്പ്. എന്താണ്? ഓഫ് ദ സെയിം ടൈപ്പ്, ഒരേപോലെയുള്ള. അപ്പോ സംഭവം ഞാൻ പറയുന്നു, ഇത് ശരിയായ സ്പെല്ലിംഗ് ആണ്, ഇത് ശരിയായ സ്പെല്ലിംഗ് ആണ്, ഇതും ശരിയായ സ്പെല്ലിംഗ് ആണ്. ഇത് മാത്രമേ തെറ്റായ സ്പെല്ലിംഗ് ഉള്ളൂ. അതിന്റെ ശരിയായ സ്പെല്ലിംഗ് എന്താണ്? മില്ലേനിയം. ഇതാണ് ശരിയായ സ്പെല്ലിംഗ്. അപ്പൊ ഇത് ശരിയായ സ്പെല്ലിംഗ് ആണ്, ഇത് ശരിയായ സ്പെല്ലിംഗ് ആണ്, ഇത് ശരിയായ സ്പെല്ലിംഗ് ആണ്. ഇതിന് ഇങ്ങനെ സ്പെല്ലിംഗ് ഉണ്ട് ഹോമോജീനസിന്. ഓരോന്നിന്റെ അർത്ഥവും മനസ്സിലാക്കുക. കരിക്കുലം പാഠ്യപദ്ധതി, മിനിസ്കൂൾ മീൻസ് എക്സ്ട്രീംലി സ്മോൾ, ചെറിയ, അങ്ങേയറ്റം ചെറിയ, ടൈനി. മില്ലേനിയത്തിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. മില്ലേനിയം ഇതാണ് സ്പെല്ലിംഗ്. എ പീരീഡ് ഓഫ് 1000 years, 1000 വർഷക്കാലം എന്നാണ്. 1000 വർഷക്കാലം. 1000, എ പീരീഡ് ഓഫ് 1000 years, എ പീരീഡ് ഓഫ് 1000 years. ഇതാണ് അർത്ഥം, ഇയേഴ്സ്. മറ്റത് ഹോമോജീനസിന് ഈ സ്പെല്ലിംഗ് പറയാം, ഈ സ്പെല്ലിംഗ്, 2 സ്പെല്ലിംഗ് പറയാം. അപ്പൊ ഇതാണ് ഉത്തരം. അപ്പൊ എത്ര സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള വാക്കുകളുണ്ട്? ഒരു വാക്ക് മാത്രമേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളൂ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള എത്ര വാക്കുകളുണ്ട്? താഴെ കൊടുത്തിരിക്കുന്ന 4 വാക്കുകളിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള എത്ര വാക്കുകളുണ്ട്? ക്വസ്റ്റ്യൻ എത്ര വാക്കുണ്ട്? ഒരു വാക്ക്. 1 എന്നുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി. ഒരു വാക്ക് മാത്രമേ എന്താണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതായിട്ടുള്ളൂ. അപ്പൊ ഇതോടെ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആവുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following pairs is incorrect? ഇൻകറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശരിയല്ലാത്ത പേഴ്സ് ഏത്? ചേരുംപടി ചേർത്ത് വെച്ചേക്കാണ്, കണ്ടെത്താൻ അറിയാം. ഇത് ഏതൊക്കെയാണ് പേഴ്സ് കറക്റ്റ് അല്ലെങ്കിൽ ചേരുംപടി ചേരാത്തത്?
നമുക്കറിയാം കാർഡിയോളജി എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് കറക്റ്റ് ആണ്. കാർഡിയോളജി നമുക്കറിയാം ഹാർട്ടുമായി ബന്ധപ്പെടുന്നു, എല്ലാവർക്കും അറിയാം. ഓർണിത്തോളജി എന്താണ്? ഓർണിത്തോളജി ഈസ് എ സ്റ്റഡി ഓഫ് ബേർഡ്സ്. ഓർണിത്തോളജി ഈസ് എ സ്റ്റഡി ഓഫ് ബേർഡ്സ്. ഇനി അടുത്ത വാക്ക് മെട്രോളജി എന്താണ്? മെട്രോളജി വെതർ അല്ല, അത് വെതറുമായി ബന്ധപ്പെട്ട വാക്ക് ഏതാണ്? അതിന്റെ വാക്ക് വേറെയാണ്. മെട്രോളജി വെതർ അല്ല, മെട്രോളജി അല്ല, വെതറുമായി ബന്ധപ്പെട്ട വാക്ക്. വെതറുമായി ബന്ധപ്പെട്ട വാക്ക് ഇതാണ്, ME, പിന്നെ TEOROLOGY. ചുരുക്കി പറഞ്ഞാൽ METക്ക് ശേഷം പിന്നെ EO ഇവിടെ വെതർ ആവും. ഇപ്പൊ സ്റ്റഡി ഓഫ് വെതർ എന്താ? മെറ്റീരിയോളജി ആണ്. മെറ്റീരിയോളജി ഇത് മെട്രോളജിയാണ്, വ്യത്യാസമുണ്ട്. അപ്പൊ മിസ്റ്റേക്ക് ആയിട്ടുള്ള മെട്രോളജി വെതർ തെറ്റാണ്. മെട്രോളജി വെതറുമായി മാച്ച് ആവുന്നില്ല. അപ്പൊ മെട്രോളജി എന്താണ്? വാട്ട് ഈസ് മെട്രോളജി? മെട്രോളജി ഈസ് ദ സ്റ്റഡി ഓഫ് മെഷർമെന്റ്സ്. എന്താണ്? മെട്രോളജി ഈസ് ദ സ്റ്റഡി ഓഫ് മെഷർമെന്റ്സ്. ദ സ്റ്റഡി ഓഫ് മെഷർമെന്റ്സ് ആണ്. സ്റ്റഡി ഓഫ് മെഷർമെന്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ലീഗൽ മെട്രോളജിയൊക്കെ, ലീഗൽ മെട്രോളജി ത്രാസും മറ്റൊക്കെ നോക്കുന്ന അളവ് തൂക്കമൊക്കെ, അപ്പൊ അതുപോലെയാണ് സെയിം മെഷർമെന്റ്സ് കേട്ടിട്ടുണ്ട്. അപ്പൊ മെട്രോളജി എന്നാണ്, വെതർ അല്ല. അപ്പൊ അതാണ് തെറ്റായ പേര്. മെട്രോളജി വെതർ അല്ല, മെട്രോളജി എന്നാണ് സ്റ്റഡി ഓഫ് മെഷർമെന്റ്സ് ആണ്. ഇവിടെ മെഷർമെന്റ്സ് കൊടുത്തിട്ടില്ല. വെതറുമായി ബന്ധപ്പെട്ട ഏതാണ്? മെറ്റീരിയോളജി ആണ്. സ്പെല്ലിംഗ് അവിടെ ഒരു EO എക്സ്ട്രാ ഉണ്ട്, ഓർത്തോണം. അപ്പൊ തെറ്റായ പേര് ഇതായിരുന്നു. ശരിയാവുമ്പോ ഇങ്ങനെ ആവണം. നെക്സ്റ്റ് സീസ്മോളജി നമുക്കറിയാം, അത് എർത്ത് തന്നെയാണ്. സീസ്മോളജി എർത്ത് ആണ് ശരി. അപ്പൊ ഇവിടെ എന്താണ് കൊടുക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഈസ് ഇൻകറക്റ്റ്. ശരി അല്ലാത്ത പേർ ഏതാണ്? മെട്രോളജി വെതർ അല്ല. അപ്പൊ തെറ്റായ പേർ ഇത് തന്നെയാണ്. ശരിയാക്കുമ്പോൾ മെട്രോളജി എന്നാണ്, ദ സ്റ്റഡി ഓഫ് മെഷർമെന്റ്സ് ആണ്. മെറ്റീരിയോളജി ആണ് വെതർ. മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ കാർഡിയോളജി ഹാർട്ടുമായി ബന്ധപ്പെടുന്നു, ഓർണിത്തോളജി ബേർഡ്സുമായി ബന്ധപ്പെടുന്നു, മെട്രോളജി മെഷർമെന്റ്സുമായി ബന്ധപ്പെടുന്നു, മെറ്റീരിയോളജി ആണെങ്കിൽ ഇത് വെതറുമായി ബന്ധപ്പെടുന്നു, സീസ്മോളജി എർത്ത് ബന്ധപ്പെടുന്നു. ഇത് അപ്പോ തെറ്റായ പേർ ഏതാണ്? മെട്രോളജി വെതർ തെറ്റായ പേരാണ്. തിരുത്തിയിട്ടുമ്പോ ഇങ്ങനെയാവും. ഓക്കെ, താങ്ക് യു. അടുത്ത ക്വസ്റ്റിലേക്ക് വെക്കാം. നമുക്ക് 4 പ്രോവർബുകൾ പരിചയപ്പെടാം. ഇത് ഫിൽ ചെയ്യാൻ അറിയണം. ഇവിടെ ഫിൽ ചെയ്യുമ്പോൾ കേട്ടിട്ടുള്ളത് എന്താണ്? തൂലിക പടവാളിനേക്കാൾ, തൂലിക ദ പെൻ ആണ്, നമുക്കറിയാം. ഇനി വേറെ എന്തെങ്കിലും അറിയാമോ? ഇവിടെ നോക്കിയേ, ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. ഇനി ഇവിടെ എന്താ വേണ്ടത്? ഇമിറ്റേഷൻ. ഇമിറ്റേറ്റ് ചെയ്യുക, അനുകരണം, ഇമിറ്റേഷൻ മറന്നുപോയത്. അതുപോലെ ഫെയിൻഡ് ഹാർട്ട്, ഇത് കാണാൻ പഠിക്കുക. നമ്മൾ കേട്ടിട്ടുണ്ട് ആൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്, കേട്ടില്ലേ? നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാ. ആൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് കേട്ടില്ലേ? അതുപോലെ ഫെയിൻഡ് ഹാർട്ട്, നെവർ വൺ ഫെയർ ലേഡി, the pen is mightier than the sword, imitation is the sincerest form of flattery, actions speak louder than words. ഇത് പ്രൊവർബ്സിലാണ്. ഇത് ഫിൽ ചെയ്യാൻ ചോദിച്ചാൽ ഫിൽ ചെയ്യണം. ചിലപ്പോൾ അവർ ഇങ്ങനെ തന്നേക്കാം. എന്താ തരുന്നത് ചോദിച്ചാൽ ഫെയിൻഡ് ഹാർട്ട് കൊടുത്തിട്ട് ഫെയിൻഡ് ഹാർട്ട് ഇങ്ങനെ കൊടുത്തേക്കാം. ചിലപ്പോൾ ഹാർട്ട് നെവർ വൺ ഡാഷ് അങ്ങനെ തന്നേക്കാം. അപ്പൊ കാണാൻ പഠിക്കുക. 4 പ്രോവർബുകൾ കാണാൻ പഠിക്കുക. എന്താ? ഒന്ന് ഫെയിൻഡ് ഹാർട്ട്, നെവർ വൺ, എന്താ പറഞ്ഞേ? ഫെയിൻഡ് ഹാർട്ട്, നെവർ വൺ ഫെയർ ലേഡി അല്ലെ? അങ്ങനല്ലേ? ഫെയിൻഡ് ഹാർട്ട്, നെവർ വൺ ഫെയർ ലേഡി. ഓക്കെ. അതുപോലെ ദ പെൻ ഈസ് മൈറ്റിയർ ദാൻ സോഡ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചിട്ടുള്ളത്? ദ പെൻ ഈസ് മൈറ്റിയർ ദാൻ ഡാഷ്. ഓപ്ഷൻ തന്നു, പെൻസിൽ, പേപ്പർ, കട്ടർ, സോഡ്. അപ്പൊ നമ്മള് പെൻസിലോ പേപ്പറോ കട്ടറോ ചെയ്ത കാര്യമില്ല, സോഡ് തന്നെ എഴുതണം. കൃത്യമായ ഒരു പ്രോവർബാണ്, പ്രവചനമാണ്. അപ്പൊ അത് കൃത്യമായി പാലിച്ചേ പറ്റൂ. അതുപോലെ ഇമിറ്റേഷൻ ഈസ് എ സിൻസിയറസ്റ്റ് ഫോം ഓഫ് ഫ്ലാറ്ററി. ഇമിറ്റേഷൻ നമുക്കറിയാം, അനുകരണം. സിൻസിയറസ് മീൻസ് ഏറ്റവും ആത്മാർത്ഥമായ, ഫ്ലാറ്ററി മീൻസ് സ്തുതി പറച്ചിൽ എന്നാണ്. അപ്പൊ അർത്ഥങ്ങൾ അറിയാം. ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. എല്ലാത്തിന്റെ അർത്ഥം അറിയാലോ. ആക്ഷൻ മീൻസ് പ്രവർത്തികൾ സംസാരിക്കുന്നു, ലൗഡർ ദാൻ വേർഡ്സ് വാക്കുകളേക്കാൾ പ്രവർത്തിയാണ് വലുതെന്ന് കാണിക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഈ 4 പ്രോവർബുകൾ കാണാൻ പഠിക്കുക. ഫസ്റ്റ് ഫെയിൻഡ് ഹാർട്ട്, നെവർ വൺ ഫെയർ ലേഡി. അതിന്റെ അർത്ഥം അറിയാമോ? അർത്ഥം വേറൊന്നുമല്ല. നമ്മള് എന്താണ്? ടിമിഡിറ്റി അല്ലെങ്കിൽ നമ്മുടെ ധൈര്യമില്ലായ്മ ഒരിക്കലും നമ്മുടെ ഒബ്ജക്റ്റീവ്, നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമ്മളെ സഹായിക്കില്ല. ധൈര്യമില്ലായ്മ വന്നാൽ നമുക്ക് ഒരിക്കലും നേടാനാവില്ല. എന്താ? നമ്മുടെ ലക്ഷ്യം നേടാനാവില്ല. അപ്പോൾ ഓരോന്നും കാണാൻ പഠിക്കുക. The faint heart, never one fair lady. The pen is mightier than the sword. In imitation is the sincerest form of flattery. Actions speak louder than words. ഈ 4 പ്രോവർബുകൾ കാണാൻ പഠിക്കുക. പരീക്ഷയ്ക്ക് ഫിൽ ചെയ്യാൻ ചോദിച്ചേക്കാം.
ഇതിപ്പോ ഇങ്ങനെ ഒന്നുകിൽ ഇങ്ങനെ തരും അല്ലെങ്കിൽ അപ്പുറത്ത് ഡാഷ് ഇട്ടേക്കും. അപ്പൊ തന്നാൽ ഇത് ഓർത്ത് ചെയ്യാൻ അറിയണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കേൾക്കാം. രാഹുൽ said to her, you must obey your parents. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടർ സ്പീച്ച് ചെയ്തതാണ്, ഇൻഡയറക്ട് സ്പീച്ചിൽ അല്ലെങ്കിൽ റിപ്പോർട്ട് സ്പീച്ചിലൊക്കെ ആക്കിയതാണ്. അപ്പൊ അതുപോലൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. റിപ്പോർട്ട് സ്പീച്ചിൽ പാടാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത്രയും നേരം ചെയ്ത് നമ്മൾ ഗ്രാമർ ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു, വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇവിടെ ചെയ്യാൻ രാഹുൽ said to her, you must obey your parents. രാഹുൽ അവളോട് പറഞ്ഞു, നീ നിന്റെ പാരന്റ്സിനെ എന്താ അനുസരിക്കണം. ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് വ്യക്തമായി നോക്കുക, എന്താ സംഭവം നോക്കുക, ഓരോ ഓപ്ഷൻസ് ആണ് നോക്കാം. രാഹുൽ എല്ലായിടത്തും രാഹുൽ ഉണ്ടല്ലോ, രാഹുൽ എല്ലായിടത്തും ഉണ്ട്. 3 ഓപ്ഷനാണ്. ഓബിയസ് പിന്നെ നോക്കാം. ഇവിടെ said to ആണ് സാധാരണഗതിയിൽ. അപ്പൊ നോക്കാനുള്ളത് ആദ്യമേ ഇൻവെർട്ടഡ് കോമയുടെ അകത്തേക്ക് നോക്കുക. യു മസ്റ്റ് ഒബേ യുവർ പാരന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, നിങ്ങളുടെ കർത്തവ്യമാണ്, കടമയാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനെ അനുസരിക്കണം എന്ന് പറയുകയാണ്. ബട്ട് നിങ്ങളുടെ ഡ്യൂട്ടി, നിങ്ങളുടെ കടമയാണത്. അപ്പോൾ എന്ത് പറഞ്ഞാലും സംഭവം എന്താണ്, ഇത് അസർട്ടീവ് മോഡലാണ്. അതുകൊണ്ടാണ് നമ്മൾ ദാറ്റ് ചേർത്ത് ഫിൽ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. അപ്പൊ രാഹുൽ എല്ലായിടത്തും ഉണ്ട്. സെഡ് ടു എന്താവണം, അസർട്ടീവ്. ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് അസർട്ടീവ് ആണെങ്കിൽ എന്ത് ചെയ്യും, സെഡ് ടു മാറി എന്താവും, ടോൾഡ് ആകും. ടോൾഡ് ഇവിടെ സെഡ് ടു ഉള്ളൂ, ടോൾഡ് ഇല്ല, വെട്ടിപ്പോയി. അപ്പൊ നോക്കാം, ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് അസർട്ടീവ് ആണ് ഉള്ളതെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ആ അസർട്ടീവ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെഡ് ടുവിനെ പഠിച്ച് ടോൾഡ് ആക്കുക. നിയമമാണ്. ഇപ്പൊ ടോൾഡ് ഇവിടെയുണ്ട്, ഇവിടെ ടോൾഡ് ഉണ്ട്. അപ്പൊ അത് ഒരെണ്ണം വെട്ടിപ്പോയി. ടോൾഡ് ഉണ്ട്, ഹർ ഉണ്ട്, ദാറ്റ് രണ്ടിടത്തും ദാറ്റ് ഉണ്ട്. ഇങ്ങനെയാണ് എപ്പോഴും നമ്മൾ ഓപ്ഷൻസ് നോക്കി ചെയ്യുക. ഓപ്ഷൻസ് വെട്ടി കളയാതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ കണ്ട പാതി കാണാതെ തിടുക്കത്തിൽ കയറി ഉത്തരം എഴുതി കളയരുത്. നെക്സ്റ്റ് നോക്കി, ഇവിടെ യു, ഇവിടെ ഷീ. അപ്പൊ നമ്മൾ പഠിച്ചിരുന്നു ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് ഐ വി യു അല്ലെങ്കിൽ യു 3 ഇവയോ ഇവയുടെ രൂപങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറിയേ പറ്റും. സാധാരണഗതിയിൽ മാറാറെന്ന് പറഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞത്, രാഹുൽ said to her, രാഹുൽ അവളോട് പറഞ്ഞു. റിപ്പോർട്ട് ചെയ്യും മലയാളത്തിൽ എന്താവും, രാഹുൽ അവളോട് പറഞ്ഞു. അവളുടെ ആണോ, രാഹുൽ അവളോട് പറഞ്ഞു നീ നിന്റെ പാരന്റ്സിനെ അനുസരിക്കണം. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താവും, രാഹുൽ അവളോട് പറഞ്ഞു, അവളുടെ പാരന്റ്സിനെ അനുസരിക്കണം എന്നാവും. അല്ല നീ എന്നാവൂല, അവളെന്നാവണം. അപ്പൊ ഉത്തരം ഏതാണ്, ഇതാണ് ഉത്തരം. ഇത് തെറ്റിപ്പോയി. യു മാറണം, നിയമമാണ്. സാധാരണ യു മാറുന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെ യു മാറുമ്പോൾ ഷീ ആവണം. അതെന്താ, രാഹുൽ ടോൾഡ് ഹർ ദാറ്റ്, യു എന്തായി, ഷീ ആയി. മസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള മസ്റ്റ് സാധാരണ ചില സ്ഥലങ്ങളിലൊക്കെ മസ്റ്റ് എന്ത് ചെയ്യും, അത് പാസ്റ്റ് ഫോം ആയി മാറാറുണ്ട്. ഇവിടെ പാസ്റ്റ് ആണെങ്കിൽ, ഇവിടെ പാസ്റ്റ് ആണ്, സെഡ് ടോൾഡ് ഒക്കെ പാസ്റ്റ് ആണല്ലോ. മസ്റ്റ് സാധാരണ രീതിയിൽ മാറാറുണ്ട്. മസ്റ്റ് അതിന്റെ പാസ്റ്റ് ഫോം ആയ ഹാഡ് ടു ആയി കാണുന്നത് പല സ്ഥലങ്ങളിലും. എന്നാൽ ഇവിടെ മസ്റ്റ് മാറേണ്ട ആവശ്യമില്ല. നിയമം ഇതാണ്. അതായത് ഇൻവെർട്ടഡ് കോമയുടെ അകത്തുള്ള വാചകം ഡ്യൂട്ടി, ഇൻവെർട്ടഡ് കോമയുടെ അകത്തുള്ള വാചകം ഡ്യൂട്ടി കാണിക്കുന്നുവെങ്കിൽ, ഇൻവെർട്ടഡ് കോമയുടെ അകത്തുള്ള വാചകം ഡ്യൂട്ടിയോ, ഡ്യൂട്ടി മീൻസ് കർത്തവ്യം, കടമ, ഓർ ലാസ് ഓഫ് നേച്ചർ. എന്നാൽ ലാസ് ഓഫ് നേച്ചർ മീൻസ് പ്രകൃതിയുടെ നിയമം, പ്രകൃതി നിയമങ്ങളോ കാണിക്കുന്നുവെങ്കിൽ പിന്നെ മസ്റ്റ് ചേഞ്ച് ചെയ്യണ്ട. ഉദാഹരണം ഇവിടെ എന്താ, ഇത് നമ്മുടെ ഡ്യൂട്ടി അല്ലേ. ഒരു കുട്ടി, പെൺകുട്ടി അല്ലെങ്കിൽ മകൾ എന്ന നിലയിൽ ആ മകള് പാരന്റ്സ്, രക്ഷകർത്താക്കളെ അനുസരിക്കാൻ ബാധ്യസ്ഥയാണ്, ഇവിടെ കടമയാണ്, ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് മസ്റ്റ് ഇവിടെ ചേഞ്ച് ചെയ്ത് ഹാഡ് ടു ആക്കണ്ട. അപ്പൊ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് മസ്റ്റ് വന്നാൽ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ആയാൽ പോലും ഈ മസ്റ്റ് ചേഞ്ച് ആവില്ല. എപ്പോഴൊക്കെയാ, ഡ്യൂട്ടിയോ ലാസ് ഓഫ് നേച്ചറോ കാണിച്ചാൽ. ഒന്നുകൂടെ പറയാം, ഇൻവെർട്ടഡ് കോമയുടെ അകത്തുള്ള വാചകം ഡ്യൂട്ടി കാണിക്കുന്നുവെങ്കിൽ, കടമ കർത്തവ്യം കാണിക്കുന്നുവെങ്കിൽ, ലാസ് ഓഫ് നേച്ചർ കാണിക്കുന്നുവെങ്കിൽ, പ്രകൃതി നിയമം കാണിക്കുന്നുവെങ്കിൽ, അപ്പോൾ ഈ ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ളവർ പാസ്റ്റ് ആയാൽ പോലും ഈ മസ്റ്റ് മാറി എന്താവൂല, ഹാഡ് ടു ആവൂല. പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ എന്താ ഡ്യൂട്ടി, ഇത് കർത്തവ്യം, കടമയാണ്, കൊണ്ട് മാറുന്നില്ല. അല്ലാത്ത കേസുകളിൽ മാറും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ അങ്ങനെ ലാസ് ഓഫ് നേച്ചർ എന്താ, ഒരു എക്സാമ്പിൾ പറയാം. വി മസ്റ്റ് ആൾ ഡൈ, നമ്മളെല്ലാവരും മരിച്ചേ പറ്റൂ, അത് പ്രകൃതി നിയമമാണ്. അവിടെ മസ്റ്റ് മാറുമോ, മസ്റ്റ് മാറുന്നില്ല. അപ്പൊ ഞാൻ പ്രത്യേകം പറയുന്നു, എന്താ പറയാം, സാധാരണഗതി നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് റിപ്പോർട്ടിംഗ് ഒക്കെ പാസ്റ്റ് ആണെങ്കിൽ ഇൻവെർട്ടഡ് കോമയുടെ അകത്തുള്ള മസ്റ്റ് ഇവിടെ ഹാഡ് ടു ആയി മാറാറുണ്ട്. എന്നാൽ ഇവിടെ ഈ മസ്റ്റിന് ഒരു മാറ്റവും ഉണ്ടായില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല,
ഇത് ഡ്യൂട്ടി കാണിക്കുന്നു, കടമ കാണിക്കുന്നു, കർത്തവ്യം കാണിക്കുന്നു. അപ്പൊ ഡ്യൂട്ടിയോ ലാസ് ഓഫ് നേച്ചറോ കാണിക്കുന്ന വാചകമാണ് ഇൻവെർട്ടഡ് കോമയുടെ അകത്തുള്ളതെങ്കിൽ ഇൻവെർട്ടഡ് കോമയുടെ പുറത്ത് പാസ്റ്റ് ടെൻസ് പാസ്റ്റ് ഫോം വെർബ് ആണെങ്കിൽ പോലും ആ മസ്റ്റിനെ പിന്നെ ഹാഡ് ടു ആക്കി വെക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്ത കേസുകൾ നമുക്ക് ഹാഡ് ടു ആക്കാം. ആ ഹാഡ് ടു ആക്കുന്ന കേസ് നമുക്ക് പിന്നീട് ചെയ്യാം. മനസ്സിലായെന്ന് തോന്നുന്നു. മസ്റ്റ് മാറണ്ട, മസ്റ്റ് അതുപോലെ കിടക്കും. മനസ്സിലായല്ലോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ വെർബുള്ള ഫസ്റ്റ് വെർബ് മാത്രമേ മാറൂ. അപ്പൊ ഫസ്റ്റ് വെർബ് മാറുന്നില്ല, അപ്പൊ അടുത്ത വെർബ് മാറില്ല. ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. നമ്മൾ നേരത്തെ ചെയ്ത മസ്റ്റ് എന്ത് ചെയ്തു? നമ്മള് മസ്റ്റ് തന്നെയായിരുന്നു, ഒരു ചേഞ്ചും വരുത്തിയില്ല. കാരണം അത് ഡ്യൂട്ടി കാണിച്ചതുകൊണ്ട് മസ്റ്റ് നമ്മൾ മാറ്റിയില്ല. ഇന്ന് ഇവിടെ നോക്കി, ഇവിടെ മസ്റ്റ് മാറിയേ പറ്റൂ. എന്താ കാര്യം ചോദിച്ചാൽ, എന്താ ഇത് ഐ മസ്റ്റ് ലീവ് അറ്റ് വൺസ്? എന്താ അർത്ഥം? ഞാൻ ഇപ്പൊ തന്നെ പോയേ മതിയാകും. ഇത് എന്റെ കടമ എന്നാണ് പറയുന്നത്. നേരത്തെ പറയുന്നത് യു മസ്റ്റ് ഒബേ യുവർ പാരന്റ്സ് എന്നായിരുന്നു. യു മസ്റ്റ് ഒബേ യുവർ പാരന്റ്സ്, നീ നിന്റെ മാതാപിതാക്കളെ അനുസരിക്കണം. അത് കടമയാണ്. ഒരു കുട്ടിയുടെ ഒരു മകളുടെ അല്ലെങ്കിൽ മകന്റെ കടമയാണ്, കർത്തവ്യമാണ്. അല്ലെങ്കിൽ ലാസ് ഓഫ് നേച്ചർ ആകുമ്പോൾ മസ്റ്റ് എന്ത് ചെയ്തു? നമ്മൾ മസ്റ്റ് അതുപോലെ ഇട്ടു. എന്നാൽ ഇവിടെ മസ്റ്റ് എന്ത് ചെയ്യണം? മാറിയേ പറ്റൂ. മസ്റ്റ് ഹാഡ് ടു ആവണം. അപ്പൊ ഇത് തെറ്റായി പോയി. മസ്റ്റ് ഹാഡ് ടു ആയിട്ടില്ല. ഓക്കെ, നോക്കാം. മസ്റ്റ് ഹാഡ് ടു ആയിട്ടില്ല. ഇനി നോക്കാം. ഷീ രണ്ടിടത്തും ഷീ ഉണ്ട്. സെഡ് ടു ഇല്ല, സെഡേ ഉള്ളൂ. അപ്പൊ സെഡ് അതുപോലെ കാക്കാക്കുക. സെഡ് ടു ഇല്ലാത്തതുകൊണ്ട് സെഡ് ടു ആണെങ്കിൽ ടോൾഡ് ആക്കാം. സെഡ് ടു ഇല്ല, സട്ടി സെന്റൻസ് ആണ്. സെഡ് ടു ഉണ്ടെങ്കിൽ ടോൾഡ് ആക്കിയാൽ മതി. സെഡ് മാത്രമേ ഉള്ളൂ, സെഡ് അതുപോലെ കാക്കാക്കി. രണ്ടിടത്തും ദാറ്റ് ഉണ്ട്. ഇനി ഇവിടെ നോക്കി ഐ, നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് ഐ, വി, യു എന്നിവയോ അവയുടെ രൂപങ്ങളോ ഉണ്ടെങ്കിൽ സ്പീക്കറിന് അനുസരിച്ച് സാധാരണ രീതിയിൽ മാറും. സ്പീക്കറിനനുസരിച്ച്, സംസാരിച്ച ആളിനനുസരിച്ച് സാധാരണ രീതിയിൽ മാറാറുണ്ട്. ഇപ്പൊ ഇവിടെ സ്പീക്കർ ഷീ ആയതുകൊണ്ട് അത് മാറിയേ പറ്റൂ. നിയമമാണ്. ഷീ ആയതുകൊണ്ട് അവിടെ മാറുന്നു. മനസ്സിലായല്ലോ? അപ്പൊ സ്പീക്കറിനനുസരിച്ച് മാറണം നിയമം. അപ്പൊ സാധാരണ രീതിയിൽ ഇത് മാറാറുണ്ട്. അപ്പൊ നോക്കിയിട്ട് ചെയ്യും. എന്താ മലയാളം പറഞ്ഞു നോക്കാം. ഷീ സെഡ് ഐ മസ്റ്റ് ലീവ് അറ്റ് വൺസ്. എന്താ അവൾ പറഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ പോകണമെന്ന്. അപ്പൊ എന്തായിരിക്കും റിപ്പോർട്ട് ചെയ്യുമ്പോൾ? അവൾ പറഞ്ഞു അവൾക്ക് പെട്ടെന്ന് പോകേണ്ടി വരും. അവളെന്നാവണമല്ലോ, ആണ്. അതൊക്കെ മലയാളത്തിൽ പറഞ്ഞു നോക്കിയാൽ മതി. അല്ലാതെ കുറച്ച് ട്രിക്സ് വേറെ ഉണ്ട്. അത് ക്ലാസ്സിൽ എടുക്കുമ്പോൾ വിശാലമായി പറഞ്ഞുതരാം. ഇപ്പൊ അത് പറയാനുള്ള സമയം ഇല്ല. അപ്പൊ ഷീ സെഡ് അവൾ പറഞ്ഞു ഐ മസ്റ്റ് ലീവ് അറ്റ് വൺസ്. കാരണം ഐ എങ്ങനെയാവും ഷീ ആവുന്ന കാര്യങ്ങൾ ഒരു ബോക്സ് വെച്ച് സുഖമായിട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള മാർഗമുണ്ട്. ഇത്തിരി വിശാലമായ സംഭവമാണ്, പക്ഷെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അത് ക്ലാസ്സിൽ എടുക്കുമ്പോൾ നമുക്ക് എടുത്തു തരാം. ഓക്കെ, ഇപ്പൊ ഇവിടെ അർത്ഥം മനസ്സിലാക്കി ചെയ്യാൻ നോക്കുക. അതാണ് ഏറ്റവും നല്ല മാർഗം. ഓൺലൈൻ ക്ലാസ്സിൽ പരിമിതി കൊണ്ട് പ്രാവശ്യം പറഞ്ഞു, അതുകൊണ്ടാണ് അത് വിശാലമായി പറഞ്ഞു തരാൻ സാധിക്കാത്തത്. അപ്പൊ ഷീ സെഡ് അവൾ പറഞ്ഞു ഞാൻ ഉടൻ തന്നെ പോയേ മതിയാകൂ. അപ്പൊ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താവും? അവൾ പറഞ്ഞു അവൾ ഉടൻ തന്നെ പോയേ മതിയാകും. അവൾ നാവണമല്ലോ. ഇവിടെ അവൾ നായില്ല, അതുകൊണ്ട് ഐ പോലെ കിടക്കുന്നു. അതുകൊണ്ട് അത് മിസ്റ്റേക്ക് ആണ്. ഇനി നോക്കാം, നമുക്ക് ശരിയാണെന്ന് നോക്കാം. നോട്ടീസ് ഉണ്ടല്ലോ. അപ്പൊ ഷീ സെഡ് ദാറ്റ്, ഷീ ഐ എന്തായി ഷീ ആയി മാറി. കറക്റ്റ് ആണ്. ഇനി മസ്റ്റ് ഇവിടെ എന്താവണം? ഹാഡ് ടു ആവുന്നു. മസ്റ്റ് ഹാഡ് ടു ആവണ കാരണം എന്താ? അതായത് ഇതെന്തല്ല ഡ്യൂട്ടി അല്ല, ഇത് എന്തല്ല പ്രകൃതി നിയമമല്ല, ലാസ് ഓഫ് നേച്ചറുമല്ല. അതുകൊണ്ട് ഈ മസ്റ്റ് ഹാഡ് ടു ആവും. ഇനി മസ്റ്റ് മാത്രം മാറ്റുക. ലീവ് ലെഫ്റ്റ് ആക്കണോ അല്ലെങ്കിൽ ലീവിന്റെ പാസ്റ്റ് ലെഫ്റ്റ് എഴുതണോ? വേണ്ട, ആദ്യ വെർബ് മാത്രം മാറ്റി. കണ്ടോ? കാരണം എന്താ? ഇവിടെ സെഡ് ആണ്, അതുകൊണ്ട് മസ്റ്റ് മാറി ഹാഡ് ടു ആണ്. ഇവിടെ സെഡ് ആയതുകൊണ്ട് മസ്റ്റ് മാറി ഹാഡ് ടു ആണ്. എന്നാൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ മസ്റ്റ് മാറത്തിന് കാരണം ലാസ് ഓഫ് നേച്ചറും ഡ്യൂട്ടി കാണിക്കുന്നതിൽ മസ്റ്റ് മാറില്ല എന്ന് നിയമമുണ്ട്, അതുകൊണ്ട് മാറ്റിയില്ല. അപ്പൊ ലീവ് മാറ്റേണ്ട ആവശ്യമില്ല. അറ്റ് വൺസ് അതുപോലെ എഴുതി. ഇതാണ് ക്വസ്റ്റ്യന്റെ ഉത്തരം. മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു സ്ഥലത്ത് മസ്റ്റ് ഹാഡ് ടു ആവുന്നു, ഒരു സ്ഥലത്ത് മസ്റ്റ് ഹാഡ് ടു ആവുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. മസ്റ്റ് എവിടെയാണ് ഹാഡ് ടു ആവാത്തത്? എവിടെയാണ്? ഡ്യൂട്ടിയോ ലാസ് ഓഫ് നേച്ചറോ പറയുമ്പോൾ അത് മസ്റ്റ് ഹാഡ് ടു ആവുന്നില്ല. സാധാരണ PSC പരീക്ഷകളിൽ മിക്കവാറും മസ്റ്റ് ഹാഡ് ടു ആവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ കൂടുതലും പരിചയപ്പെട്ടുള്ളത്. മസ്റ്റായി നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ റയർ ആയിട്ടേ ചോദിച്ചിട്ടുള്ളൂ. അത് പ്രത്യേകം എടുത്ത് പറയുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ among the following antonyms which one is incorrect? എന്താണ് ഇത്? antonyms ആണ്. ഇവിടെ ഇത് ഇങ്ങനെ ഇട്ടുകൊണ്ട് antonyms അല്ലെന്നല്ല, ഇത് antonyms ആണ്. ഓക്കെ, ഇതിൽ antonyms കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? antonyms ആണ് മീൻസ് വിപരീതമാണ്, ദൃശ്യമാണ്. വിപരീതങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സർപ്ലസ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ഡെഫിസിറ്റ് ആണോ അത് അറിയാൻ. അതാണ് ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള antonyms ഏതൊക്കെയാണ്? പെയർ. അപ്പൊ സർപ്ലസ് നമുക്കറിയാം, സർപ്ലസ് മീൻസ് അധികമായുള്ളത്, ഡെഫിസിറ്റ് മീൻസ് കമ്മി. ഡെഫിസിറ്റ് കമ്മിയാണ്, കുറഞ്ഞ അവസ്ഥ. ഡെഫിസിറ്റ് കമ്മി എന്ന് പറയാറുള്ളൂ. സെയിം.
അപ്പൊ സർപ്ലസിന്റെ ഓപ്പോസിറ്റ് ഡെഫിസിറ്റ് തന്നെയാണ്. അപ്പൊ ഈ എന്താണ് പെയർ കറക്റ്റ് ആണ്. ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. നെക്സ്റ്റ് ജെനുവിൻ. എന്താ ജെനുവിൻ മീൻസ്? ജെനുവിൻ is spurious. Spurious means വ്യാജമായ. ഇപ്പൊ എന്താ ജെനുവിൻ എന്നായിരിക്കും? ഒറിജിനൽ ആയിട്ട് നമ്മൾ കാണാറുണ്ട് ഈ സ്പെയർ പാർട്സിന്റെ ഒക്കെ ഫ്രണ്ടിലെ കാണാം ജെനുവിൻ സ്പെയർ പാർട്സ്, ഒറിജിനൽ, വ്യാജമല്ലാത്ത. അപ്പൊ ജെനുവിന്റെ ഓപ്പോസിറ്റ് സ്പ്യൂരിയസ്. ഇത് വ്യാജമായ, ഇത് വ്യാജമല്ലാത്ത. ഇനി ബോൾഡ് മീൻസ് ധൈര്യമുള്ള, ഷൈ ലജ്ജയുള്ള. ഇനി വേറൊരു ഓപ്പോസിറ്റ് ഉണ്ട് ടിമിഡ്. രണ്ടും ശരിയാണ്. അപ്പൊ ഈ ഓപ്ഷൻ എന്താണ്? ഇതും ശരിയാണ്. ജെനുവിന്റെ ഓപ്പോസിറ്റ് സ്പ്യൂരിയസ് തന്നെയാണ്. ബോൾഡിന്റെ ഓപ്പോസിറ്റ് ഷൈ ആണ്. വേറൊരു ഓപ്പോസിറ്റ് ബോൾഡിന്റെ എന്നാണ് ടിമിഡ്. അത് പഠിച്ചു വയ്ക്കുക. ധൈര്യമില്ലാത്ത, ഭീരുവായ. ഇനി സാവേജ് മീൻസ് സിവിലൈസ്ഡ് എന്നറിയാം. എന്താ സിവിലൈസ്ഡ്? എന്താ സംസ്കാര സമ്പന്നായ, ഇത് സംസ്കാര ശൂന്യായ. അപ്പൊ ഈ എല്ലാ പെയേഴ്സും കറക്റ്റ് ആണ്. അതായത് സർപ്ലസിന്റെ ഓപ്പോസിറ്റ് ഡെഫിസിറ്റ് കാണാൻ പഠിക്കുക, ജെനുവിൻ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് സ്പ്യൂരിയസ് കാണാൻ പഠിക്കുക, ബോൾഡ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ഷൈ അതും കറക്റ്റ് ആണ്. ബോൾഡിന് വേറൊരു ഓപ്പോസിറ്റ് ടിമിഡ്. സാവേജ് അതിന്റെ ഓപ്പോസിറ്റ് സിവിലൈസ്ഡ്. സാവേജ് മീൻസ് എന്താണ്? സിവിലൈസ്ഡ് മീൻസ് സംസ്കാര സമ്പന്നായ, സാവേജ് മീൻസ് സംസ്കാര ശൂന്യായ. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആണ്. അതുകൊണ്ട് ഉത്തരം എന്താണ്? ആൾ ആർ കറക്റ്റ്. ഓപ്ഷൻ ഇ ആണ് ഉത്തരവിട്ടത്. മനസ്സിലാക്കാനുള്ളത് ഈ താഴെ കൊടുത്തിരിക്കുന്ന ആന്റോണിംസിന്റെ പേരാണ് കൊടുത്തത്. ഇങ്ങനെ ഇട്ടിരുന്നെങ്കിലും അതിങ്ങനെ മാറ്റിയതാണ്. സമം അല്ല, അത് ആന്റോണിംസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ താഴെ കൊടുക്കുന്ന 4 ആന്റോണിംസ് ഉണ്ട്. ഈ 4 ആന്റോണിംസിൽ തെറ്റായ പെയർ ഏതാണ്? ഇത് ഒന്നും തെറ്റല്ല, എല്ലാം ശരിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ എല്ലാ ആന്റോണിംസും കാണാൻ പഠിക്കുക. സർപ്ലസിന്റെ ആന്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണ് ഡെഫിസിറ്റ്. ജെനുവിൻ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് സ്പ്യൂരിയസ് കാണാൻ പഠിക്കുക. ബോൾഡ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ഷൈ പഠിക്കുക. ബോൾഡിന് വേറൊരു ഓപ്പോസിറ്റ് ടിമിഡ്. ഇനി സാവേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സിവിലൈസ്ഡ് കാണാൻ പഠിക്കുക. അപ്പൊ 4 ഓപ്പോസിറ്റ്സ് കിട്ടി. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. എല്ലാവരും നന്നായി വർക്ക് ചെയ്യുക. ചിലര് ഞാൻ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ വാട്സാപ്പിൽ നമ്മൾ ഈ യൂട്യൂബിന്റെ ലിങ്ക് ഒക്കെ ഇടുമ്പോൾ ചിലർ തുറന്നു പോലും നോക്കുന്നില്ല. ലോക്ക്ഡൌൺ കാലം കഴിയും. ഇപ്പോഴും ഈയിടയ്ക്ക് പത്രത്തിലുണ്ടായിരുന്നു ഈ ലോക്ക്ഡൌൺ കഴിയുമ്പോൾ പരീക്ഷകൾ ഉണ്ടാകുമെന്ന പത്രത്തിലുണ്ടായിരുന്നു, ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു. ആ ന്യൂസ് പേപ്പറിന്റെ കട്ടിങ് അത് നമ്മൾ കൃത്യമായി വാട്സപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഉദ്യോഗാർത്ഥി പോസ്റ്റ് ചെയ്ത സംഭവമാണത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ തമാശ ആയി ജീവിതം കൊണ്ടുപോയാൽ പിന്നീട് നമ്മുടെ ലൈഫിൽ പൂർണ്ണമായും കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇപ്പൊ കിട്ടിയ സമയത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിരാശപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. ലോക്ക്ഡൌൺ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അത് ആലോചിക്കുക. കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ ജില്ലയിലോ നമ്മുടെ സംസ്ഥാനത്തിലോ നമ്മുടെ പഞ്ചായത്തിലോ മാത്രമല്ല ഈ ലോക്ക്ഡൌൺ ഉള്ളത്. ലോകത്ത് എല്ലായിടത്തും മിക്കവാറും രാജ്യങ്ങളിലെല്ലാം ലോക്ക്ഡൌൺ കാലഘട്ടമാണ് എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് ഒരു കണ്ണിയാണ് നമ്മൾ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ലോക്ക്ഡൌൺ കഴിയുമ്പോൾ കേരള PSC പരീക്ഷകൾ നമ്മൾ വിളിക്കും. പരീക്ഷകൾ വിളിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പിന്നിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ കൂടെയുള്ള ഉദ്യോഗാർത്ഥികൾ പരീക്ഷകളിൽ ഉയർന്ന റാങ്കുകൾ നേടി സർക്കാർ ഉദ്യോഗത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ടാകുന്ന അവസ്ഥ വരരുത്. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി വർക്ക് ചെയ്യുക. ഒരു നിരാശയും വേണ്ട. വർക്ക് ചെയ്യാൻ ശ്രമിച്ച് നടക്കും. വായിക്കുക, വായിച്ച് മൊബൈൽ റെക്കോർഡ് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കാതെ ചുമ്മാ വായിച്ച് പോവുക. അപ്പൊ അത് റെക്കോർഡ് ചെയ്ത് വെക്കുക. മൊബൈലിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ വലിയ മെമ്മറിയൊന്നും അത് കവർ ചെയ്തില്ല, KB മാത്രമേ എടുക്കാറുള്ളൂ. അതുകൊണ്ട് സുഖമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാം. റെക്കോർഡ് ചെയ്ത് വെച്ച് ഇടയ്ക്കിടെ കേൾക്കുക. അങ്ങനെയൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതുകൊണ്ട് നന്നായി വർക്ക് ചെയ്യുക. വർക്ക് ചെയ്യുന്നത് ഒരു നിർത്തൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് വേണ്ട. നന്നായി വർക്ക് ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ബൈ.